I mean, I think life is so much better with a pool, no? Especially because it's super hot. So yeah, it's a must in Kerala. കേരളത്തിലൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പൂൾ. അപ്പോൾ ഇതാണ് ഓണർ അല്ലേ? സാറ് പേരെന്താ? നിതിൻ. നിതിനാണ്. നിതിൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ യു കെയിലാണല്ലേ? ഇത് വെക്കണോ? ആ പിടിച്ചാൽ മതി, കുഴപ്പമില്ല. ഈ ഒരു പൂളിനോട് താല്പര്യം ഉണ്ടായിട്ടാണോ രഞ്ജിത്തിനെ എങ്ങനെ ബന്ധപ്പെട്ടു? രഞ്ജിത്തായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാ? ഞാൻ ഓൺലൈൻ കണ്ട ഒന്ന് രണ്ട് സെർച്ച് ചെയ്ത് പലയിടത്തും സെർച്ച് ചെയ്തായിരുന്നു. രഞ്ജിത്തിനോട് സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരാളൊരു ടെക്നിക്കലി ഇതിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. മറ്റൊരു ചുമ്മാ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെള്ളം നിറയ്ക്കാന്നുള്ള ഇതിന് പകരം ഇത് കറക്റ്റായിട്ട് ഇത് വാട്ടറിൻ്റെ, ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റും കൂടെയാണ്. അപ്പം വാട്ടറിൻ്റെ ഇത് സംഭവം, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ, അതിൻ്റെ ഫിൽട്രേഷൻ, ഇതിൻ്റെ ഇതെല്ലാം എങ്ങനെയാണെന്ന് ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് നന്നായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ബ്രീഫും അതായിരുന്നല്ലോ. നമ്മുടെ ഒരു ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻ പുറത്ത് ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് ഒത്തിരി അതല്ലാണ്ട് അപ്പോൾ അതിന് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത ഒരു ടൈലാണിത്. നമുക്കൊരു ഫോറസ്റ്റ്, ഒരു ബാലി ഗ്രീൻ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ. പറയാതിരിക്കുന്നത് ഒരു ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പണിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കുറച്ച് പണി വർക്ക് ബാക്കിയുണ്ട്. എന്നാലും മൊത്തത്തിലാകുമ്പോഴത്തേനും ഇത് നമ്മൾ ഒറിജിനൽ ബ്രീഫ് ചെയ്ത പോലെ വരും. അടിപൊളി. വേറെ ആളും കൂടി പരിചയപ്പെടാനുണ്ട്. സാറിൻ്റെ വൈഫാണ് Samantha. ഫ്രഞ്ച് ആണ്. അപ്പോൾ ഇവർ മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പൂൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ തന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരും കൂടി താല്പര്യം നമ്മൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. പൂളെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വീടിന് ഇത് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ഡേ ടു ഡേ റൊട്ടീനിൽ ഒരു എക്സസൈസ്, വെൽബീയിങ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം കൂടെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ നമ്മുടെ മെയിൻ സംഭവം, അല്ലാണ്ട് വെറുതെ ഒരു പൂള് പണിയാന്നുള്ളത്. I mean, I think life is so much better with a pool, no? Especially because it's super hot. So yeah, it's a must in Kerala. കേരളത്തിലൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പൂൾ. ഓക്കെ. കേരളത്തിൽ ഒരുപാട് കുളങ്ങളും പുഴകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേരളം. ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകളുണ്ട്. അതെ. അപ്പം നമുക്കൊരു സേഫ് ആയിട്ടും ഒരു വീടിൻ്റെ പ്രൈവസിയിലൊക്കെ ചെയ്യാൻ, എന്നാൽ ആ നാട്ടുപുറത്തിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്യാൻ സ്ഥലവും സാഹചര്യമുള്ള എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഇതിനകത്തെ ഒരു എൻജിനീയറിങ് രീതിയിൽ രഞ്ജിത്തുമായിട്ടുള്ള ഞങ്ങളുടെ ഡീലിംഗ് ഏറ്റവും പെർഫെക്റ്റ് ആകും. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പൂളിൻ്റെ മുന്നിലാട്ടോ. ഈ പൂളിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് കുളങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ കുളങ്ങളെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. എന്താ പേരെന്താ? രഞ്ജിത്താണ് ഈ ഒരു പൂളുകളുടെ നിർമ്മാതാവ്. ഫ്യൂച്ചർ ടെക് പൂൾസ്. അപ്പോൾ ഒരുപാട് പൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 9 വർഷത്തോളമായി ഈ പൂളുകളിലുണ്ട്. നമ്മളെ ചെങ്കല്ലിൻ്റെ ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ചിലർ നാച്ചുറൽ ആയിട്ടുള്ള കുളങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പൂളുകൾ വേണ്ട ആളുകളുണ്ട്. വേറെ നാച്ചുറൽ സോഴ്സുകൾ കുറവല്ലേ? അതെ. അപ്പോൾ ആർട്ടിഫിഷ്യലാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും എല്ലാവരും. എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ? നാച്ചുറലിനെ അപേക്ഷിച്ച് ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഒന്ന് ദോഷങ്ങളെന്ന് പറയാ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. ഇപ്പോൾ പൂളിൻ്റെ ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ FRP സ്ട്രക്ചറിലാണ് ഒരു പൂള് ചെയ്യുക. അതിൻ്റെ ആയിട്ടുള്ള ദോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാച്ചുറലിനെക്കാട്ടി നല്ലത് ആർട്ടിഫിഷ്യലാണ്. കാരണം നമ്മളുടെ പ്രൊട്ടക്ഷൻ ഇപ്പോൾ കൂടുതലാണ് അല്ലേ? ഇപ്പൊ കുറെ വൈറസുകൾ, അമീബ വൈറസ് അങ്ങനെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി സെക്യൂരിറ്റി കൂടുതലാണ്. ഭയങ്കര സെക്യൂരിറ്റി അല്ലേ? സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഭയങ്കര സെക്യൂരിറ്റി. അതായത് നമുക്ക് വൈറസോ അങ്ങനെ ഒരു രോഗങ്ങളും വരില്ല. പ്ലസ് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു പൂള് വരുമ്പോൾ ഈ ഒരു ഒഴുകുന്ന അങ്ങനെയല്ല. പൂള് പല ടൈപ്പ് ഉണ്ട്. ഒരു സ്കിമ്മർ പൂൾ ഉണ്ട്, അതേപോലെ ഇൻഫിനിറ്റി ഉണ്ട്. ഇൻഫിനിറ്റി ആണിത്. പിന്നെ ഓവർഫ്ലോ പൂൾ ഉണ്ട്. അതാകുമ്പോൾ നിറങ്ങി ഇതിനാട്ടി ഒന്നും കൂടി ഫുള്ളായിട്ട് നിറങ്ങി നിൽക്കും. ഇത് പോയി ഒഴുകി വരുന്ന വെള്ളം ഈ ഒരു ഭാഗത്താണ് സ്റ്റോർ ആവുന്നത് അല്ലേ? അതെ, ഇത് ഓവർഫ്ലോ ടാങ്ക് എന്നാണ് പറയാം. ഓവർഫ്ലോ ടാങ്ക്. ഇത് ഈ പൂളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് വീഴുന്നു. പ്ലസ് ഇതിന്ന് പ്ലാന്റ് റൂമിലേക്ക് പോകുന്നു, റീസർക്കുലേഷൻ. പ്ലാന്റ് റൂമിൽ വേറെ ടാങ്ക് ഉണ്ടോ? ഇല്ല. ഇതന്നെയാണ് ടാങ്ക്. നമ്മളെ പ്ലാന്റ് റൂമിൽ പ്രത്യേകത പറഞ്ഞാൽ നമ്മളൊരു ക്വാണ്ടം ടെക്നോളജി പറഞ്ഞൊരു
പുതിയൊരു ടെക്നോളജി. പുതിയതെന്ന് പറയില്ല, 2018 ഇറങ്ങിയ ടെക്നോളജിയാണ്. പക്ഷെ അധികം ആൾക്കാർക്ക് അറിയില്ല. ക്വാണ്ടം ഫിൽറ്റർ ടെക്നോളജി ഫോട്ടോ കാറ്റലിസ്റ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് പ്രക്രിയയാണ്. അതെന്താ വെച്ചാൽ സിമ്പിളായിട്ട് പറയാം. നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇതിപ്പോൾ ഒരു ഔട്ട്ഡോർ പൂളാണ്. ഇതിലൊരു എന്തായാലും ക്ലോറിൻ പൂളാണെങ്കിൽ ഇത്ര ഒരു 100% ക്ലോറിൻ വേണം. 100% പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്നല്ല, നമുക്കൊരു 1.5 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കളർ ഫീഡൊക്കെ വർക്ക് ചെയ്യും. നമ്മൾ ക്വാണ്ടം ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 0.5. അപ്പോൾ അത്രയും ഇല്ലെങ്കിലും ക്ലോറിൻ്റെ ചെറിയൊരു രീതിയിൽ മതി. അത് ഔട്ട്ഡോർ ആയ കാരണം UV ഡയറക്റ്റ് അടിക്കണ കാരണം സൺലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് നേരിയ അളവിൽ ക്ലോറിൻ വേണം. ബാക്കിയൊക്കെ നമ്മളെ ക്വാണ്ടം ഫിൽറ്റർ നോക്കിക്കോളൂ അല്ലേ? ക്വാണ്ടം ടെക്നോളജി നോക്കിക്കോളൂ. ക്വാണ്ടം ഫിൽറ്റർ നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടാവും. അതെ, ഇതെന്താ വെച്ചാൽ 7.6 ആണ് pH. നമ്മളെ ബോഡി pH ആണ്, നമ്മളെ ശരീരത്തിന്റെ ബ്ലഡിന്റെ pH ആണ് കറക്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടറും കൂടിയാണ്. ഇല്ല പ്രശ്നം. സുക്കാഭൂമി ഇറങ്ങിയിട്ടുള്ളൊരു ടൈലാണ്, അതായത് ബാലി സ്റ്റോണിന്റെ ആർട്ടിഫിഷ്യൽ. അത് കാരണമാണ് ഗ്രീൻ ടച്ച്. അതെ, ഇവിടെ എന്താ വെച്ചാൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലേ ശരിക്കൊരു നമ്മളൊരു പഴയ കാലത്തെ കുളത്തിലെ വെള്ളത്തിന്റെ ഒരു ഫീലിംഗ് ആണ് കാണുമ്പോൾ. ആ ഒരു ചെറിയൊരു പച്ചപ്പും കാടിന്റെ ഉള്ളിലുള്ള ആ ഫീലാണ്. കാരണം നല്ലൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഫുള്ള് കാടാണ്. ഒരു കാട് പോലത്തെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ലേ? റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നല്ല മനോഹരമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈല് സാധാരണ ടൈലല്ല അല്ലേ? അതെ, ഇത് പൂളിന് ഡെക്കിൽ ഉപയോഗിക്കുന്ന ആന്റി-സ്കിഡ് ടൈലാണ്. വഴിക്ക് വീഴില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ ആകുമ്പോൾ അത് ഇതിങ്ങനെ കാണുന്ന സമയത്ത് തീരെ ആഴമില്ലാത്തൊരു ഫീലാണ്. എത്ര ഇതിന്റെ ആഴം വരുന്നത്? അത് ഇത് എന്താ വെച്ചാൽ ഇത് 5 അടി ഡെപ്ത് ഉണ്ട്. അവിടെ എത്ര വരും? ഈ ഒരു ലെവലിലൊക്കെ വരും അല്ലേ? കാണുമ്പോൾ ഒരു 2 അടി 3. ഞാൻ വരുമ്പോൾ തന്നെ നോക്കിയപ്പോൾ ചെറിയ പൂളാണല്ലോ അതിൽ ഇറങ്ങി. എങ്ങനെ? അത് വേറൊന്നല്ല, വാട്ടർ ക്ലിയർ ആണല്ലോ. 100% ക്ലിയർ ആണ് വാട്ടർ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയും നമ്മള്. അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് ഫീൽ ചെയ്യാണ്. തെളിഞ്ഞ വെള്ളം, തെളിനീര് ഉറവാന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണിത്. അടിപൊളി. ശരിക്കും ഇങ്ങനെ ഒഴുകി വരികയാണ് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് സിസ്റ്റം അതിപ്പോ ഒഴുകി സിസ്റ്റം അത് നമ്മള് ബാലൻസ് ടാങ്ക് ആണ് അപ്പുറത്തുള്ളത്. ഇത് മെയിൻ പൂളിൽ നിന്ന് നമ്മള് വെള്ളം ഓവർഫ്ലോ ചെയ്തിട്ട് അപ്പുറം ബാലൻസ് ടാങ്കിലേക്ക് പോകണം. ബാലൻസ് ടാങ്കിൽ നിന്ന് പമ്പ് ത്രൂ വീണ്ടും ഇത് ഓവർഫ്ലോ ചെയ്യാൻ എങ്ങനെ ഇതിലേക്ക് വെള്ളം വന്നുകൊണ്ടേ നിൽക്കുക? നമ്മൾ റീസർക്കുലേഷൻ ചെയ്യുമ്പോൾ വെള്ളം ബാലൻസ് ടാങ്കിൽ നിന്നാണ് പമ്പ് റൂമിലേക്ക് എടുക്കുക. വീണ്ടും നമ്മളെ മെയിൻ പൂളിലേക്ക് വന്നിട്ട് ആ വെള്ളം ഇപ്പോൾ നമ്മളെ ബാലൻസ് ടാങ്കിൽ നിന്ന് പോയ വെള്ളം റീസർക്കുലേഷൻ ചെയ്തിട്ട് മെയിൻ പൂളിലേക്ക് വരും. അതാ ഒരു പ്രക്രിയയായിട്ട് സൈക്ലിംഗ് ആയിട്ട് നടക്കും. ഇല്ല, ഡെയിലി ഒരു 3 മണിക്കൂർ മാത്രം മതി. അത് തെറ്റിദ്ധാരണയാണ്. ഈ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണകളുണ്ട്. സ്വിമ്മിംഗ് പൂൾ എനി ടൈം ഓൺ ആവണം, അതേപോലെ തന്നെ എന്നും വെള്ളം മാറ്റണം. അതൊക്കെ വെറുതെ പറയാ. നല്ല രീതിയിൽ ഉള്ള ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒരു 4 വർഷം 5 വർഷം 4 വർഷം 5 വർഷം മാറ്റണ്ട. ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. ടോപ്പ് അപ്പ് ചെയ്യാറെങ്കിൽ നമുക്കൊരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 1 വീക്സ് ഒക്കെ അത് ഉപയോഗം അനുസരിച്ചിട്ടാണ്. 2 വീക്സ് 1 വീക്സ് കൂടുമ്പോൾ ഒന്ന് ബാക്ക് വാഷ് ചെയ്യണം. കുറച്ച് വെള്ളമൊക്കെ നഷ്ടപ്പെടും. ബാക്ക് വാഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഡസ്റ്റുകൾ വീഴും. അതുപോലെ നമ്മളെ ശരീരത്തിലെ അഴുക്ക് ഇതിലേക്ക് ആവാം. അതുപോലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളാവാം. അപ്പോൾ അതിനൊക്കെ വാക്കം ചെയ്യുമ്പോൾ ഉള്ള ഡസ്റ്റുകൾ നമ്മളെ ഫിൽറ്ററിൽ അടങ്ങിയിരിക്കും. അതിന് ബാക്ക് വാഷ് ചെയ്യണം. അത് 2 ആഴ്ച കൂടുമ്പോൾ. അത് നമ്മൾ ഉപയോഗത്തിനനുസരിച്ചാണ്. ഒരു ഇവിടെയൊക്കെ വെച്ചെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മളല്ല പുറമെ ആരെങ്കിലും വന്ന് യൂസ് ചെയ്തു ആൾ വേണമെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും യൂറിൻ ഇപ്പോൾ ഇതിലേക്ക് യൂറിൻ ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇതിലത്തെ യൂറിയനെ മാറ്റി അത് വെള്ളമാക്കി നമ്മൾ നോർമൽ വെള്ളമാക്കി മാറ്റും. കെമിക്കലിനെ അത് മാറ്റി യൂറിയനെ മാറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലോറിൻ വെച്ചാൽ ഇതിൽ വളരെ കുറച്ച് മതി. ക്ലോറിൻ കുറവായിരിക്കും. സാധാരണ ഭയങ്കര കുത്തായിരിക്കും. നമ്മളതിൽ കഴിയുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. സ്കിമ്മർ പൂളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡസ്റ്റുകളൊക്കെ കിടക്കാം. ഓവർഫ്ലോ പൂളിനായാലും ഇൻഫിനിറ്റി പൂളിനായാലും ഡസ്റ്റുകൾ ഉണ്ടാവില്ല. പൂളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഡസ്റ്റ് പോലും ഇല്ല. ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ അപ്പുറം ബാലൻസ് ടാങ്കിൽ പോയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിലെ യൂറിൻ ആയി കഴിഞ്ഞാൽ യൂറിനെ റിമൂവ് ആക്കും യൂറിയ. അതേപോലെ തന്നെ
ക്ലോറിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത്. അതേപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും സിം ചെയ്യുന്ന ആൾക്ക് വല്ല രോഗങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകരുമെന്ന് പറയും നമ്മൾ ഒരുമിച്ച് കുളിച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഈ കോണ്ടം ഫിൽറ്റർ വെച്ച കാരണം അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. എന്തൊക്കെ ബാക്ടീരിയ, വൈറസ്, അമീബ വൈറസ് ഒക്കെ പറയില്ലേ, അതൊന്നും നമ്മൾ പൂളിൽ ഉണ്ടാവില്ല. അതിനൊക്കെ റിമൂവ് ചെയ്യും കോണ്ടം ഫിൽറ്റർ. ഇപ്പൊ രഞ്ജിത്ത് ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഇത് എത്രാമത്തെ പൂളാണ് ശരിക്കും നിർമ്മിക്കുന്നത്? 106ാമത്തെ പൂൾ. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ 106 പൂള് നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞു അല്ല, ഓൺ ഗോയിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാൻഡ് ഓവർ ആണല്ലോ നമ്മൾ കഴിയാൻ. എവിടെയൊക്കെയാണ് നിങ്ങൾ വർക്ക് എടുക്കാറുള്ളത് ശരിക്കും? അല്ല, നമ്മൾ സൗത്ത് ഇന്ത്യ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം. മൊത്തം ചെയ്തിട്ടുണ്ട്. അത് എല്ലായിടത്തും ചെയ്യും. ഫ്യൂച്ചർ ടെക് എന്നാണ് നിങ്ങളുടെ പേര് അല്ലേ? ഫ്യൂച്ചർ ടെക് പൂൾസ്. അപ്പൊ തൃശ്ശൂരാണ് നിങ്ങളെ സ്ഥലം? നിങ്ങളെ നമ്മളെ ഫേം ഒരു തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്. എറണാകുളത്തുണ്ട്. ഓക്കെ. അപ്പം നല്ല രീതിയിൽ പൂളുകളുടെ മേഖലയിൽ ഇതാ ഓരോ മേഖലയിൽ ഓരോരുത്തർ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ ആളുകളാണ് നമ്മൾ ചാനലിൽ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ രഞ്ജിത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. രഞ്ജിത്തെ, നിങ്ങളെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോയുടെ താഴെ നൽകുന്നുണ്ട്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി പൂളുകൾ ഇനിയും നല്ല നല്ല പൂളുകൾ നിർമ്മിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പൂള് നമുക്ക് കാണിച്ച് പ്രേക്ഷകർക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.